ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിക്കുന്നത്. ഇതിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂൾ സെലക്ട് ചെയ്യുന്നതിന് കീബോർഡിൽ ഇ എന്ന് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഷിഫ്റ്റ് ഇ എന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂൾ ലഭിക്കുന്നതാണ്. ഒരു കത്രികയോടുകൂടി കാണുന്ന ചിത്രമാണ് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂൾ. സെലക്ട് ചെയ്തതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന നടുവിൽ കാണുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലയർ പെട്ടെന്ന് വരും. റൈറ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്ലയർ പെട്ടെന്ന് വരും. ഇതിൽ സെലക്ട് ചെയ്യാം. ഇതല്ലെങ്കിൽ ആ കീബോർഡിൽ ആൾട്ട് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ടൂളായിട്ട് മാറി മാറി വരും. എല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂളാണ്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ലെയർ എന്നുള്ള നിലയ്ക്ക് മാറും. ആക്ച്വലി ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഈ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂളിന്റെ സെൻട്രലായിട്ട് ഒരു പ്ലസ് ചിഹ്നം കാണുന്നുണ്ട്, ഒരു പോയിന്റ്. ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ഇറേസർ ടൂൾ വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ആ പോയിന്റ് ബേസ് ചെയ്തുകൊണ്ട് ചിത്രത്തിൽ ഒരു പിക്സലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിത്രത്തിലെ ഈ റൗണ്ടിനകത്തുള്ള അതേ പിക്സലുകളെല്ലാം ഇറേസ് ചെയ്ത് പോകും. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെള്ള കംപ്ലീറ്റ് ഇറേസ് ചെയ്ത് പോകും, വെള്ള മാത്രമേ ഇറേസ് ചെയ്ത് പോകുള്ളൂ. ഇനി ഇവിടെ ടോളറൻസ് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യും. ഇതിനെ പറ്റി വിശദമായിട്ട് വഴിയെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്തു, അതിനകത്ത് വെള്ള കംപ്ലീറ്റ് പോയി. അപ്പോൾ ഇവിടെ കയ്യിൻ്റെ അവിടെ കുറച്ച് വലുതാക്കി കാണിക്കാം. നോക്കാം, കൺട്രോൾ സെറ്റ്, ഓക്കെ. ഇവിടെ കുറച്ച് വലുതായി കാണിക്കാം. ക്ലിക്ക് ചെയ്തു കൊണ്ടാ. ഇതിനെ ഇവിടെ നോക്കി കയ്യിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ആ കയ്യിൻ്റെ അതും ഒന്നും പോയിട്ടില്ല. അതേസമയം അതിൻ്റെ പിന്നിലുള്ള വെള്ള കളർ കംപ്ലീറ്റ് പോയി. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് വെള്ള കളറിലാണ്. വെള്ള കളറിൽ ആ റൗണ്ടിനകത്തുള്ളത് മൊത്തം പോയി. കൈമലത്തെ കുറേ പിക്സലുകളെല്ലാം പോയിട്ടുണ്ട്, പക്ഷെ അത് ഈ ടോളറൻസ് ബേസ് ചെയ്തിട്ടുള്ള സംഗതിയാണ്. ഞാൻ തിരിച്ചു വരികയാണ്, കൺട്രോൾ സെറ്റ് പ്രസ് ചെയ്ത് തിരിച്ചു വന്നു. ടോളറൻസ് നമ്മൾ കുറച്ചു 16, 15 ആക്കി. അതിനുശേഷം വെള്ള കളറിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നോക്കിയാൽ കൈ കൃത്യമായിട്ട് ഇപ്പോൾ ഇവിടെ കൈക്ക് പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കുക, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ സെലക്ഷൻ ചെയ്തിട്ട് കളയാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഈ ടൂൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അത്തരം സെലക്ഷൻ കളയാം. ഇവിടെ നോക്കണ്ട പോയി. ഇപ്പൊ ഈ മുടിയുടെ എഡ്ജസ് വളരെ ജാഗഡ് എഡ്ജസ് ആണ്. ആ എഡ്ജസ് ഒക്കെ കട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര സമയമെല്ലാം എടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടൂള് ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ്പോൾ അവിടെ ഞാൻ വലുതായി കാണിക്കാം. അവിടെ സെലക്ട് ചെയ്തതിനു ശേഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മുടിയുടെ എഡ്ജസ് ഒക്കെ അവിടെ കറക്റ്റായിട്ട് കിട്ടും, ഒരു പ്രശ്നമില്ലാണ്ട് കിട്ടും. ഇത് ടോളറൻസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് വേണം വർക്ക് ചെയ്യാൻ കേട്ടോ. ഈ മുടിയുടെ അഡ്ജസ്റ്റ് ഒന്നും പോയിട്ടില്ല കണ്ടോ. ഇവിടെ ടോളറൻസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ വർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചിത്രം കട്ട് ചെയ്തെടുക്കാനായിട്ടും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ചിത്രവും ബാക്ക്ഗ്രൗണ്ടും വ്യക്തമായപ്പോൾ ഇത് വെള്ള കളറിലുള്ള ചിത്രം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കട്ട് ചെയ്തെടുക്കാനായത്. മറ്റുള്ള ചിത്രങ്ങളിലൊന്നും ഇതിങ്ങനെ ഇത്ര ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ കൊള്ളണമെന്നില്ല. ഇവിടെ നോക്കുക, കണ്ടോ, ഇത്രയും ഏസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കണ്ടോ. എന്നാൽ വ്യത്യസ്ത കളറിലുള്ള ചിത്രങ്ങളാണെങ്കിൽ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. ഇത് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. ഇനി വെച്ചാൽ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് കൂടി നോക്കാം. ഉദാഹരണമായിട്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലിക്ക് ചെയ്തിട്ടുള്ള ഭാഗം അതിൻ്റെ അകത്ത്, ആ റൗണ്ടിനകത്ത് വരുന്ന വെള്ളം മാത്രമാണ് കട്ട് ചെയ്ത് പോകുന്നത്. എന്നാൽ ആ വെള്ളയ്ക്ക് അപ്പുറത്തായിട്ട് മറ്റൊരു കളർ ഉണ്ടാവുകയും അതിനുശേഷം വീണ്ടും വെള്ളം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണമായിട്ട് ചിത്രത്തിന്റെ ഈ ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോയിന്റ് ചെയ്തിരിക്കുന്ന ഭാഗം വെള്ളയിലാണ്. എന്നാൽ ഈ ഭാഗത്തും ആ റൗണ്ടിനകത്ത് ഈ ഭാഗത്തും വെള്ളയുണ്ട്, ഈ ഭാഗത്തും വെള്ളയുണ്ട്, ഈ ഭാഗത്തും വെള്ളയുണ്ട്, ഈ ഭാഗത്തും വെള്ള കളറുണ്ട്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ രണ്ട് വെള്ളയും പോകുന്നില്ല, ഇതിന്റെ വെള്ളം മാത്രമേ പോകുന്നുള്ളൂ. ഇത് വർക്ക് ചെയ്യുന്നത് ഇവിടെ കാണുന്ന കോണ്ടിഗ്വസ് എന്ന ഒരു ഓപ്ഷൻ ബേസ് ചെയ്തുകൊണ്ടാണ്. കോണ്ടിഗ്വസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് നിൽക്കുന്നത് എന്നുള്ള അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് മാറ്റി ഡിസ്കോണ്ടിഗ്വസ് എന്നാക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ റൗണ്ടിനകത്തുള്ള എല്ലാ വെള്ള കളറുകളും അല്ലെങ്കിൽ പിക്സലുകളും റിമൂവ് ചെയ്യപ്പെടുന്നതാണ്. ഞാൻ ക്ലിക്ക് ചെയ്തു, കണ്ടോ, ഈ ഭാഗത്തതും കട്ട് ചെയ്ത് പോയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാൻറ്റിൻ്റെ അപ്പുറത്തുള്ളതും ഇപ്പുറത്തുള്ളതും കട്ട് ചെയ്ത് പോകും കണ്ടോ. അതുപോലെ അതിനാണ് കോണ്ടിഗ്വസ്, നോൺ കോണ്ടിഗ്വസ് അഥവാ ഡിസ്കോണ്ടിഗ്വസ് ഉപയോഗപ്പെടുത്തിയിട്ട് സെലക്ട് ചെയ്യുന്നത്.
ഇനി അടുത്ത ഒരു ഓപ്ഷനാണ് ഇതിൽ കാണുന്ന എന്താ പറയുക ഫൈൻഡ് എഡ്ജസ് എന്ന് പറയുന്നത്. ഇത് വളരെ ഉപകാരമുള്ള സംഗതിയാണ്. അതായത് ഒരു കളറിൽ നിന്ന് മറ്റൊരു കളറിലേക്കുള്ള മാറ്റം ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന സംവിധാനമാണ് അത്. അതുകൂടി പരിശോധിക്കാം. ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം എഡ്ജസ് സെലക്ട് ചെയ്യുന്ന തരത്തിൽ അതിനെ കണ്ടോ കട്ട് ചെയ്ത് പോകും. ഇത് ഏതാണ്ട് എന്താ പറയുക മറ്റൊരു കളറിലേക്ക് മാറുന്നിടത്ത് വെച്ചിട്ട് അതിൻ്റെ എഡ്ജസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് കട്ടിങ് കളയുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് വളരെയധികം ഉപകാര രീതിയിൽ ഇതിനെ പരിവർത്തിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക.